മിക്ക ആളുകളും ധരിച്ചിരിക്കുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ നശിക്കുന്നത് അല്ലെങ്കിൽ എൻജിൻ നിങ്ങൾക്ക് വലിയ ഒരു പണി തരുന്നത് അത് കാലപ്പഴക്കം കൊണ്ടാണെന്നാണ്. എന്നാൽ നിങ്ങൾ പല കാര്യങ്ങളും അറിയാതെ നിങ്ങളുടെ ശീലങ്ങൾ കൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓരോ ദിവസം തോറും കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആ കാര്യങ്ങൾ? പ്രധാനമായും 5 കാര്യങ്ങളാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ലൈഫ് നശിപ്പിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ വാഹനം ദീർഘകാലം ഒരുവിധ കംപ്ലൈൻറ്റുകളുമില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കും. ഇതിലൊരു 2 കാര്യം തന്നെ നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ ആ വാഹനം ഒരു 3 ലക്ഷം കിലോമീറ്റർ ഓടേണ്ട വാഹനമാണെങ്കിൽ, അതായത് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റുമില്ലാതെ 3 ലക്ഷം കിലോമീറ്റർ ഓടേണ്ട വാഹനമാണെങ്കിൽ അത് 1 ലക്ഷം കിലോമീറ്ററിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ പണികൾ തരാനായിട്ട് തുടങ്ങും. നമുക്ക് ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് പരിശോധിക്കാം. കോൾഡ് സ്റ്റാർട്ട് മിസ്റ്റേക്ക്. ഇതെന്താണെന്ന് നോക്കാം. നമ്മളുടെ വാഹനം നമ്മൾ രാവിലെ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹൈ RPMലേക്ക് കൊണ്ടുപോകരുത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ രാവിലെ നിങ്ങളുടെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് അപ്പോൾ തന്നെ ഒരു മാരത്തോൺ റണ്ണ് നടത്തിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നേരെ എഴുന്നേറ്റ് അപ്പോൾ തന്നെ അങ്ങ് ഓടാൻ തുടങ്ങുകയാണ്, ഹൈ സ്പീഡിലേക്ക് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? അതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ കാര്യവും. വാഹനം കോൾഡ് സ്റ്റാർട്ട്, അതായത് തണുത്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് അപ്പോൾ തന്നെ ഹൈ RPMലേക്ക് ആക്സിലറേറ്റർ കൊടുത്ത് ഹൈ സ്പീഡിലേക്ക് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ എൻജിൻ്റെ കാര്യത്തിൽ വലിയ തേയ്മാനം സംഭവിക്കും. ഈ എൻജിനുണ്ടാകുന്ന തേയ്മാനത്തിൻ്റെ 75% നടക്കുന്നത് കോൾഡ് സ്റ്റാർട്ട് കണ്ടീഷനിലാണ്. അതിൻ്റെ കാരണം ഓയിൽ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ വിസ്കോസിറ്റി കൂടുതലായിരിക്കും. ഈ വിസ്കോസിറ്റി കൂടിയ ഓയിൽ, അതായത് കട്ടി കൂടുതലായിരിക്കും ഓയിലിന്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും അതിന് എത്തിപ്പെടാൻ സാധിക്കില്ല. നമ്മുടെ ചെറിയ ക്ലിയറൻസുകൾ ഉണ്ടാവുമല്ലോ, ടൈറ്റായി നിൽക്കുന്ന ക്ലിയറൻസ്, പിസ്റ്റൺ റിങ് സിലിണ്ടറുമായിട്ടുള്ള ഭാഗം, അതുപോലെ തന്നെ ചെറിയ ക്ലിയറൻസ് കുറേ ഉണ്ടായിരിക്കും നമ്മുടെ എൻജിൻ്റെ ഉള്ളിൽ. ഈ ഭാഗത്തേക്കൊന്നും നമ്മളുടെ എൻജിൻ ഓയിലിന് കൃത്യമായി എത്തിച്ചേരാനും അവിടെ വേണ്ട തരത്തിലുള്ള ഒരു ലൂബ്രിക്കേഷൻ നൽകാനും സാധിക്കില്ല. ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്താൽ പഴയ കാലത്തെ വാഹനങ്ങളുടേതുപോലെ 10 മിനിറ്റ് ഒന്നും നമ്മൾ സ്റ്റാർട്ടാക്കിയിടേണ്ട ആവശ്യമില്ല. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ഒരു 30 സെക്കൻഡ് ഐഡ്ലിങ്ങിൽ നിർത്താം, അത് മതി. അതിൻ്റെ ശേഷം നമുക്ക് വാഹനം ഓടിച്ചു തുടങ്ങാം. ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ ഒരിക്കലും അത് ഹൈ RPMലേക്ക് പോകാൻ പാടില്ല. കുറച്ച് സമയം, അതായത് വാഹനം അതിൻ്റെ ഒരു വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തുന്ന സമയം വരെ നമ്മൾ RPM കുറച്ച് തന്നെ ഓടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക ഈ ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടെന്ന്? അതിനുള്ളൊരു എളുപ്പപ്പണിയുണ്ട്. നമ്മുടെ മീറ്ററിൽ എന്തുണ്ടായിരിക്കും? ടെമ്പറേച്ചർ ഗേജ് ഉണ്ടായിരിക്കും. ഈ ടെമ്പറേച്ചർ ഗേജിൽ കൂടുതൽ സമയം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അറിയാം, അത് അതിൻ്റെ പകുതി, ഒരു മിഡിൽ ലെവലിലായിരിക്കും ആ സൂചി ഉണ്ടായിരിക്കുക. നമ്മൾ വാഹനം എടുത്ത് ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ആ ടെമ്പറേച്ചർ ഗേജ് അതിൻ്റെ മിഡിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ആ സമയം നമുക്ക് മനസ്സിലാക്കാം വാഹനത്തിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ഇനി നമ്മൾ എങ്ങനെ വാഹനം ഓടിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല. ആ ടെമ്പറേച്ചറിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങൾ ഹൈ RPMലേക്ക് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എൻജിൻ ഓയിലൊന്നും വേണ്ട രീതിയിൽ ലൂബ്രിക്കേഷൻ നൽകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തേയ്മാനം വാഹനത്തിന് ഉണ്ടാവുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 75% തേയ്മാനവും നടക്കുന്നത് കോൾഡ് സ്റ്റാർട്ട് കണ്ടീഷനിലാണ്. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ വാഹനത്തിനുണ്ടാവുന്ന തേയ്മാനം വലിയ രീതിയിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പോയിന്റ് നമ്പർ 2, ഓയിൽ ചേഞ്ച് മിത്ത്. പല ആളുകളുടെയും ധാരണ, നമ്മളുടെ വാഹനം, എൻ്റെ വാഹനം ഞാൻ ഒരു വർഷത്തിലാകെ 2000 കിലോമീറ്ററേ ഓടുന്നുള്ളൂ, മിക്കപ്പോഴും ചെറിയ ട്രിപ്പുകൾക്കൊക്കെ എടുത്തിട്ട് ഒരു 2000 കിലോമീറ്ററേ ഞാനൊരു വർഷം തന്നെ ഓടുന്നുള്ളൂ, അതുകൊണ്ട് കമ്പനി പറഞ്ഞത് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് 10,000 കിലോമീറ്റർ എന്നാണ്. എൻ്റെ വാഹനം ഒരു 5 വർഷം കൊണ്ട് 10,000 കിലോമീറ്റർ എത്തുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ 5 വർഷത്തിലൊരിക്കലാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഓയിൽ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ നോക്കുന്ന രീതിയിൽ ഒരു കിലോമീറ്ററിനെ മാത്രം നോക്കി ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഓയിൽ ചേഞ്ചിങ് സമയവും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ എൻജിൻ ഓയിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ കുറേ കാലം കിടക്കുന്ന സമയത്ത് വാഹനം ഓടിയില്ലെങ്കിലും അവിടെ ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? എൻജിൻ ഓയിലിൻ്റെ ഉള്ളിൽ കുറേ അഡിറ്റീവ്സ് ചേർക്കുന്നുണ്ട്. അഡിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഓയിലിൻ്റെ പ്രോപ്പർട്ടികൾ പലതും കിട്ടാനായിട്ട്, ഓയിൽ പോകുന്ന സ്ഥലത്ത് തുരുമ്പ് പിടിക്കാൻ പാടില്ല,
അതുപോലെ തന്നെ ആസിഡ് ഡെപ്പോസിറ്റ് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഞ്ചിൻ ഓയിൽ നമ്മുടെ എഞ്ചിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ എഞ്ചിൻ ഓയിലിലേക്ക് ഒരു എക്സ്ട്രാ ഓരോ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനെയാണ് അഡിറ്റീവ്സ് എന്ന് പറയാം. കുറേ വർഷങ്ങളോളം നിങ്ങളുടെ എഞ്ചിൻ്റെ ഉള്ളിൽ ഈ ഓയിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഓക്സിഡേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഈ അഡിറ്റീവ്സ് ഒക്കെ അതിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഓയിലിന്റെ പ്രോപ്പർട്ടി മാറും. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കും, ഓയിലിന്റെ പ്രോപ്പർട്ടി മാറും. പിന്നെ ആ ഓയിലിനെ കൊണ്ട് നമുക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കിട്ടാതെയായിരിക്കും. ഈ എഞ്ചിൻ ഓയിലിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ലൂബ്രിക്കേഷൻ മാത്രമല്ല, അതിന്റെ പുറമെ അതൊരു ക്ലീനിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് പിന്നെ കൂളിങ്ങിന് വേണ്ടിയിട്ടും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഓയിലിനെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഓക്സിഡേഷൻ നടന്ന് ഇതിന്റെ പ്രോപ്പർട്ടീസ് മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ നമുക്ക് ലഭിക്കാതാവും. അതുകൊണ്ട് തന്നെ ഓയിലിന്റെ ഉദ്ദേശിച്ച ഗുണങ്ങൾ കിട്ടാതെ നമ്മളെ എഞ്ചിൻ നശിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓയിൽ കൃത്യസമയത്ത് മാറുക. പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു വർഷം 8 മാസം അല്ലെങ്കിൽ ഒരു വർഷം ഇതിന്റെ ഉള്ളിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തിരിക്കണം. ഇനി വാഹനം ഓടിയില്ലെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നർത്ഥം. വാഹനം പറഞ്ഞ 10,000 കിലോമീറ്റർ ആണ് പറഞ്ഞത്. നിങ്ങളുടെ വാഹനം 6 മാസം കൊണ്ട് 10,000 കിലോമീറ്റർ ഓടിയാൽ ആ എഞ്ചിൻ ഓയിൽ അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യണം. ഓടാതിരിക്കുന്ന ഒരു വാഹനമാണെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തിരിക്കണം. അത് ഏത് സിന്തറ്റിക് ഓയിൽ ആയാലും ഒരു വർഷത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ആ ഓയിൽ ചേഞ്ച് ചെയ്തിരിക്കണം. പോയിന്റ് 3, ലോ ഫ്യൂവൽ ട്രാപ്പ്. പല ആളുകളും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം തന്നെ ആയിരിക്കും. എൻ്റെ വാഹനം ഞാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്, എന്നാലും ഞാൻ അതിലേക്ക് പെട്രോൾ അടിക്കുന്ന സമയത്ത് വളരെ പിശുക്കിയാണ് അടിക്കുക. ആ പെട്രോളിന്റെ ഫ്യൂവൽ ഗേജ് വളരെ താഴ്ന്ന നിലയിലായിരിക്കും എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. പല വ്യക്തികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ വാഹനമാണെങ്കിൽ എല്ലായ്പ്പോഴും ഫ്യൂവൽ ഒരു 1/4 ടാങ്കെങ്കിലും എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ടാങ്കിന്റെ 1/4 ഭാഗമെങ്കിലും മിനിമം ഫ്യൂവൽ കീപ്പ് ചെയ്യണം. അല്ലാത്തൊരവസ്ഥയിൽ ഫ്യൂവൽ പമ്പാണല്ലോ ഫ്യൂവലിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഈ ഫ്യൂവൽ പമ്പ് ഈ ഫ്യൂവലിൽ മുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഫ്യൂവല് 1/4 ഭാഗമെങ്കിലും കീപ്പ് ചെയ്യാത്തൊരവസ്ഥയിൽ ഫ്യൂവൽ പമ്പ് ചൂടാവാൻ അത് കാരണമായിരിക്കും. ഇത് തണുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ചുറ്റും ആ ഫ്യൂവൽ വേണം. അതില്ലെങ്കിൽ ഇത് ഓവർ ഹീറ്റ് ആവും. ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിന്റെ ലൈഫ് കുറയും. അതൊരു കാര്യം. ഇനി അതിന്റെ പുറമെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കുപ്പിയിൽ കുറെ വെള്ളം ഉള്ള ഒരു സമയത്ത് അതിലുള്ള ചെറിയ എന്തെങ്കിലും ഫോറിൻ മാറ്റീരിയൽസ്, പൊടിപടലങ്ങളൊക്കെ പല ഏരിയയിലായിട്ട് അവിടെ കിടക്കും. പക്ഷെ വെള്ളം കുറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇതെല്ലാം താഴെ വന്ന് അടിഞ്ഞു കൂടും. അതേ രീതിയിൽ തന്നെ പെട്രോൾ ടാങ്കിൽ പെട്രോൾ കുറെ കാലങ്ങളായിട്ട് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുക. അതിൽ ചെറിയ പൊടിപടലങ്ങളും റസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, കുറെ സ്ലഡ്ജ് അതിൽ ഉണ്ടായിരിക്കും. ഇതെല്ലാം പെട്രോളിൽ വളരെ കുറഞ്ഞൊരവസ്ഥയിൽ ടാങ്കിന്റെ അടിവശത്തേക്ക് വരും. പിന്നെ പമ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഡർട്ടി മെറ്റീരിയൽസ് ഒക്കെ ഫ്യൂവൽ പമ്പ് ചെയ്ത് ഫിൽറ്ററിലേക്ക് എത്തും. ഫിൽറ്ററിൽ നിന്ന് നല്ല രീതിയിൽ ഒരു ഫിൽട്രേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നേരെ എഞ്ചിനിലേക്കും എത്തും. അതുകൊണ്ട് ഫിൽറ്ററും പെട്ടെന്ന് കേടാവും. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഞ്ചിനും എന്തായിരിക്കും? പെട്ടെന്ന് കേടാവും. അതുകൊണ്ട് ഇപ്പോഴും പെട്രോൾ ടാങ്ക് ഒരു 1/4 ഭാഗമെങ്കിലും ഫില്ല് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പമ്പിനും എഞ്ചിനും അത് ദോഷകരമായി ബാധിച്ചേക്കാം. പോയിന്റ് 4, ഹോട്ട് ഷട്ട് ഡൗൺ. നമ്മൾ ഹൈവേയിലൂടെയൊക്കെ ഹൈ സ്പീഡിൽ വാഹനം ഓടിച്ച് ചെന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനോ ഒരു തോന്നലുണ്ടായി. ആ സമയം നോക്കുമ്പോൾ ഒരു ഹോട്ടൽ അവിടെ ഉണ്ട്. നേരിട്ട് വണ്ടി നേരെ ഹോട്ടലിന്റെ പാർക്കിങ്ങിലേക്ക് കയറ്റി ഓഫ് ചെയ്ത് ഉള്ളിലേക്ക് കയറിപ്പോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് മോഡേൺ ടർബോ എൻജിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ ടർബോയിൽ ഹൈ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹൈ RPM അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിലൂടെ ഓയിൽ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് എഞ്ചിൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓയിൽ അവിടെ സഡൻ ആയിട്ട് സ്റ്റക്ക് ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ടർബോയിൽ കാർബൺ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ അറിയാലോ? കുറെ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ടർബോ തന്നെ ഫെയിൽ ആവാനായിട്ട് സാധ്യതയുണ്ട്. ടർബോ മാറ്റണമെങ്കിൽ വലിയ രീതിയിൽ തന്നെ പൈസ ചെലവഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഈ പെട്ടെന്ന് വാഹനം ഒരിക്കലും ഓഫ് ചെയ്യരുത്. നിങ്ങൾ ഒരു ലോങ് റണ്ണൊക്കെ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് പുറത്തിറങ്ങുന്നതിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യുക? വാഹനം 1 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഐഡ്ലിങ്ങിൽ നിർത്തുക. ആ ഒരു സമയം കൊണ്ട് ഈ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് തണുത്ത് ഹൈ ആർ പി എം എന്നൊക്കെ താഴേക്ക് വന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് നോർമൽ കണ്ടീഷനിലേക്ക് എത്തിക്കോളും. ആ ഒരു മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? വാഹനം ഐഡ്ലിങ്ങിൽ നിർത്തണം.
അതിൻ്റെ ശേഷം മാത്രം വാഹനം ഓഫ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടർബോയെ സംരക്ഷിക്കാൻ സാധിക്കും. അടുത്ത കാര്യമാണ് പോയിന്റ് നമ്പർ 5, ഷോർട്ട് ട്രിപ്സ് ഓൺലി. ചില ആളുകൾ വാഹനം ചെറിയ ട്രിപ്പ് മാത്രമേ ഓടുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഷോപ്പിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ടൗണിലൂടെ ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഓഫീസിലേക്ക് പോയി വരിക, ഇതിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാർ ഉണ്ടായിരിക്കും. ഇങ്ങനെ മാത്രം ഒരിക്കലും ഒരു കാർ ഉപയോഗിക്കരുത്. ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്, അതിന്റെ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് കറക്റ്റായിട്ട് എഞ്ചിൻ്റെ ഉള്ളിൽ നടക്കേണ്ട എല്ലാ പ്രോസസ്സും നടക്കുള്ളൂ. പ്രത്യേകിച്ച് ഈ ക്രാങ്ക് കേസിലുള്ള ഓയിലിലൊക്കെ വേപ്പർ കണ്ടന്റ് വരും, നമ്മുടെ വാട്ടർ വേപ്പർ വരും. ഈ വാട്ടർ വേപ്പറൊക്കെ എന്ത് ചെയ്യും, ഓയിലിന്റെ കൂടെ എല്ലാ ഭാഗത്തേക്കും എത്തും. പക്ഷേ നിങ്ങൾ വാഹനം 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ വാട്ടർ വേപ്പറൊക്കെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ആ വാട്ടർ വേപ്പറിനെയൊക്കെ അവിടുന്ന് പുറത്തേക്ക് കളയാനുള്ള രീതിയിലുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് എല്ലാ ഭാഗവും എത്തുന്നില്ല. അതുകൊണ്ട് ഷോർട്ട് ട്രിപ്പ് മാത്രം നിങ്ങളുടെ വാഹനം ഓടിക്കരുത്. നിങ്ങളുടെ വാഹനം എന്ത് ചെയ്യണം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു 20 മിനിറ്റെങ്കിലും നല്ലൊരു ഹൈവേയിലൂടെ അല്ലെങ്കിൽ നല്ല റോഡിലൂടെ ഒരു 60 കിലോമീറ്ററിന് മുകളിലായിട്ട് വാഹനം തുടർച്ചയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കണം. നല്ല രീതിയിൽ ചൂടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ ബിൽഡപ്പ് ഒക്കെ പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങൾ നൽകണം. ഇല്ലെങ്കിൽ വാഹനം കംപ്ലൈന്റ് ആവും. പല ആളുകളുടെയും ധാരണ ചെറിയ ഓട്ടം മാത്രം ഓടുന്ന വാഹനമാണെങ്കിൽ നല്ല വാഹനമായിരിക്കുന്ന, ഒരിക്കലും അല്ല. വാഹനം ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഹൈവേയിലൂടെ കാല് കൊടുത്തൊന്ന് ഓടിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, സ്ലെഡ്ജ് നിങ്ങളുടെ വാഹനത്തെ നശിപ്പിക്കും. അതുകൊണ്ട് ഷോർട്ട് ട്രിപ്പ് മാത്രമല്ലാതെ വാഹനം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം, ഒരു 20 മിനിറ്റെങ്കിലും നല്ലൊരു സ്പീഡിൽ, ഒരു 60 കിലോമീറ്ററിന്റെ എബോവ് സ്പീഡിൽ നല്ലൊരു റോഡിലൂടെ ക്രൂസ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ വാഹനത്തിന്റെ അതിന്റെ ഹെൽത്ത് കണ്ടീഷൻ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇത് ശ്രദ്ധിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മളുടെ വാഹനത്തിന്റെ എഞ്ചിന്റെ ആരോഗ്യം നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.